ഇ.പി. ജയരാജൻ പറഞ്ഞിട്ടാണെന്നാണ് വന്ന ആൾ പറഞ്ഞത്. അതിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് ഞാൻ അതിന്റെ പുറകെ പോയാലേ അന്വേഷിക്കാൻ പറ്റുള്ളൂ. അത് അന്വേഷിച്ചിരുന്നില്ല. കാര്യം അയാളുടെ ഒരു പേര് മാത്രമേ കിട്ടിയുള്ളൂ, പ്രശാന്ത് എന്ന് പറഞ്ഞിട്ട്. അത് വെച്ചിട്ട് എനിക്കൊരു ഏത് ലൊക്കാലിറ്റിയിലാണ് അയാളെന്ന് പറയാൻ അറിയില്ല. ഇ.പി. ജയരാജൻ പറഞ്ഞിട്ടാണ് വരുന്നത്. ഒരു 10 കോടി രൂപ തരാം എന്ന് പറഞ്ഞാണ് സംസാരിച്ചത്. അന്ന് മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ സംസാരിക്കണം, അതായത് സോളാറിൽ നടന്ന കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് സംസാരിച്ചത്. CPM-ന് സഖാക്കൾക്ക് അവരുടെ രാഷ്ട്രീയ പാരമ്പര്യത്തിൽ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ യാത്രയിൽ അവർക്ക് സ്ത്രീയും ഈ സ്ത്രീയുടെ ഹോൾസുമില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. വലിയ തൊഴിലാളി വർഗ പാർട്ടിയാണ് അല്ലെങ്കിൽ പാവപ്പെട്ടവൻ്റെ പാർട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് 4 വോട്ടുണ്ടാക്കണമെങ്കിൽ എതിർ ചേരിയിൽ നിൽക്കുന്നവരെ, പ്രതിപക്ഷത്ത് നിൽക്കുന്നവരെ, രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെ ഇത്തരത്തിൽ സ്ത്രീകളെ വിലക്ക് വാങ്ങി, കോടികൾ കൊടുത്ത് വിലക്ക് വാങ്ങിയിട്ട് മാത്രമേ ഒരു തെരഞ്ഞെടുപ്പിനെ അവർക്ക് നേരിടാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ പരമാർത്ഥം. നിങ്ങളിപ്പോൾ കണ്ട വ്യക്തി മഹാനായ ഉമ്മൻചാണ്ടിക്ക് നേരെ, ആ സാധു മനുഷ്യന് നേരെ വാളോങ്ങിയ ഒരു സ്ത്രീയെയാണ് നിങ്ങൾ കണ്ടത്, സരിതാ നായർ. ആ സരിതാ നായർ ഇന്ന് പുഴുവരിച്ച് കിടക്കുന്നുണ്ട്. എവിടെ? വെല്ലൂർ ഹോസ്പിറ്റലിൽ പുഴുവരിച്ച് കിടക്കുന്നുണ്ട്. എല്ലാ രീതിയിലും പുഴുവരിച്ചിട്ട് ദേഹമാസകലം വ്രണങ്ങൾ, ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വ്രണങ്ങൾ ഉണ്ടാവുക. എവിടെയെങ്കിലും തട്ടി മുറിയുകയോ അല്ലെങ്കിലും വല്ല ആയുധങ്ങൾ കൊണ്ട് മുറിയുകയൊന്നും വേണ്ട. ഓരോ ദിവസവും ശരീരത്തിൽ ഓരോ വ്രണങ്ങൾ ഇങ്ങനെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് ആ വ്രണങ്ങളിൽ പിറ്റേ ദിവസമാകുമ്പോൾ പുഴുവരിക്കുകയാണ്. എന്താ കാര്യം അത്ര വല്ല നെറികേടാണ് ഒരു സാധു മനുഷ്യനോട് കാണിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതും ആദ്യത്തേതോ അല്ലെങ്കിൽ രണ്ടാമത്തേതോ ആയ പരാതിയിലല്ല. പരാതി വന്നിരിക്കുന്നത് 3ാമത്തെ പുതിയ പരാതി ഉണ്ടാക്കിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പരാതി ഉണ്ടാക്കി, ആ പരാതി മെയിലിൽ വന്നതുപോലും പുറം ലോകം അറിഞ്ഞില്ല. ആ പരാതി വളരെ രഹസ്യമാക്കി സൂക്ഷിച്ചു. ആ പരാതിയിന്മേൽ അറസ്റ്റിലേക്ക് വേണ്ട തുടർ നടപടികൾ വളരെ രഹസ്യമാക്കി സൂക്ഷിച്ചു. ഒരു രാജ്യത്തെ ഭരണഘടനയും ഇവിടുത്തെ നിയമ സംവിധാനങ്ങളും പറയുന്ന രീതിയിലുള്ള എല്ലാ പ്രൊസീജിയറുകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ അത് അറസ്റ്റ് എന്നതായിരുന്നു മുഖ്യ ലക്ഷണം, അല്ലെങ്കിൽ ലക്ഷ്യം, ഉദ്ദേശം, അൾട്ടിമേറ്റ് എയിം. ഇയാളെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. ശരി, അറസ്റ്റ് ചെയ്തോട്ടെ. ഇനി നമുക്കറിയേണ്ടത് എത്ര കിട്ടി എന്നുള്ളതാണ്. അന്ന് സരിതയ്ക്ക് 10 കോടി കൊടുത്തു വിട്ടത് ഇ.പി. ജയരാജനായിരുന്നുവെങ്കിൽ ഇന്ന് ഈ പറയുന്ന പരാതിക്കാർക്ക് എത്ര കിട്ടി എന്നുള്ളത് അറിയണം. പരാതിക്കാർക്ക് അത് കൊടുത്തു വിട്ടത് ആരാണ്? നികേഷ് കുമാർ ആണോ അല്ലെങ്കിൽ പി സരീനാണോ? ആരാണ് കോടികൾ കൊടുത്തുവിട്ട് പരാതിക്കാരെ വിലക്ക് വാങ്ങിയത്? സ്ത്രീകളെ വിലക്ക് വാങ്ങി അവരെ കൊണ്ട് പരാതി ഉന്നയിപ്പിച്ച് ഈ ഹോൾസ് കഥ ഇല്ലാതെ ഒരു രാഷ്ട്രീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് അന്നത്തെ സഖാക്കളും ഇന്നത്തെ സഖാക്കളും ഇനി നാളെയുടെ സഖാക്കളും ഇത് തന്നെയാണ് ഇനി അവലംബിക്കാൻ പോകുന്നത്, ഡിപ്പെൻഡ് ചെയ്യാൻ, ഇതിനെയാണ് മാനദണ്ഡമാക്കാൻ പോകുന്നത്. കാരണം ഈ ഹോൾസ് കഥയിലൂടെ മുഖ്യമന്ത്രി കസേരയിൽ എത്തിയ വ്യക്തിയാണ് ഇവരുടെ രാജാവ് പിണറായി വിജയൻ എന്ന് പറയുന്നത്. അതേ ഹോൾസ് കഥ വീണ്ടും ഇറക്കിക്കൊണ്ട് ഇത്തരത്തിൽ അധികാര തുടർച്ചയിലേക്ക് എത്താമെന്നാണ് സഖാക്കൾ കരുതുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് സ്ത്രീകളുടെ സുരക്ഷയാണ് അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷയാണ് എന്നൊക്കെ പറഞ്ഞ് ഹോൾസെയിൽ ഡീലർമാരായി നടക്കുന്ന ആളുകൾ സ്ത്രീത്വത്തെ വിലക്ക് വാങ്ങിയിട്ട് ആ സ്ത്രീത്വം വെച്ചുകൊണ്ടാണ്, ആ സ്ത്രീകളെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് രാഷ്ട്രീയ എതിരാളികളെ നേരിടുന്നത് എന്നുള്ളതാണ്. അല്ലേ? രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴും ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചാൽ, ഇപ്പോൾ 10 അല്ല 10,000 കേസ് ഉണ്ടായാലും അയാൾക്ക് മത്സരിക്കാൻ നിയമ തടസ്സങ്ങളില്ലെങ്കിൽ, അയാൾക്ക് മത്സരിക്കാമെങ്കിൽ, ഒരു സ്ഥാനാർത്ഥിയാകാമെങ്കിൽ
അയാൾ മത്സരിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും അത് എവിടെ മത്സരിച്ചാലും അയാൾ വിജയിക്കുമെന്നുള്ളതാണ്. അത്രയേറെ ജനപിന്തുണ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞ കാര്യമുണ്ട്. ഈ അറസ്റ്റ് നടക്കുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം 1-2 ദിവസങ്ങൾക്ക് മുൻപ് പാലക്കാട്ട് ഒരു ചർച്ച നടന്നിരുന്നു. 2 ചർച്ചകൾ നടന്നിരുന്നു. ആ 2 ചർച്ചകളിൽ ഒന്നെന്ന് പറയുന്നത് പാലക്കാട്ടെ BJP നേതൃത്വം രാഹുൽ മാങ്കൂട്ടവുമായി നടത്തിയ ചർച്ചയാണ്. പാർട്ടിക്ക് പുറത്താണല്ലോ, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണല്ലോ, അതുകൊണ്ട് ഞങ്ങളുടെ ക്യാമ്പിലേക്ക് വന്നാൽ താങ്കളെ പാലക്കാട്ട് സ്ഥാനാർത്ഥിയാക്കാമെന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട വാഗ്ദാനം എന്ന് പറയുന്നത്. ഈ ചർച്ച കഴിഞ്ഞ് രാഹുലുമായി ഈ ചർച്ച അവസാനിപ്പിച്ചിറങ്ങിയ BJP നേതാക്കളെ കാണാൻ വന്നത് P. സരീനാണ്. സരീൻ BJP നേതൃത്വത്തോട് അങ്ങോട്ട് അറിയിച്ച കാര്യമെന്ന് പറയുന്നത് തന്നെ പാലക്കാട്ടെ സ്ഥാനാർത്ഥിയാക്കുകയാണെങ്കിൽ താൻ BJPയിലേക്ക് വരാൻ സന്നദ്ധനാണ് എന്നുള്ളതാണ്. ഇതറിയിച്ചപ്പോൾ സരീനോട് BJP നേതൃത്വം പറഞ്ഞത്, രാഹുലുമായി ഞങ്ങൾ ചർച്ച നടത്തി കഴിഞ്ഞു, രാഹുലിൻ്റെ മറുപടിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. രാഹുൽ ഓക്കെ പറയുകയാണെങ്കിൽ ഞങ്ങൾ രാഹുലിനെ പരിഗണിച്ച് രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കി മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം എന്നാണ് P. സരീനെ ഇവർ അറിയിച്ചത്. അതിന് തൊട്ടു പിന്നാലെയാണ് പരാതി ഉണ്ടാവുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് രാഹുലിൻ്റെ അറസ്റ്റ് ഉണ്ടാവുന്നത്. അവിടെയാണ് നമ്മൾക്കറിയേണ്ടത്, സരിതക്ക് കൊടുത്തതുപോലെ എത്ര കോടിയാണ് ഈ പരാതിക്കാരെ ഉണ്ടാക്കാൻ വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. സരിതക്ക് കൊടുത്തതുപോലെ എത്ര കോടികൾ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മഹാമനുഷ്യനെ വലിച്ചിഴച്ച് കൊത്തിക്കീറാൻ വേണ്ടി കോടികൾ കൊടുത്ത് സ്ത്രീകളെ വിലക്ക് വാങ്ങിയ ആളുകൾ എത്ര കോടികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്ത്രീകളെ മുന്നിൽ നിർത്താൻ വേണ്ടി, സ്ത്രീകളെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി എത്ര കോടികൾ എറിഞ്ഞു എന്നുള്ളതാണ് ഞാനിത് ചോദിക്കുന്നതിന് കാരണം. ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യം കാരണമാണ് ഇത് ചോദിക്കുന്നത്. കാരണം സഖാക്കൾക്ക് ഒരു ബോധ്യമുണ്ട്, ഈ ഹോൾസ് കഥയില്ലാതെ ഒരു തെരഞ്ഞെടുപ്പിനെയും അവർക്ക് നേരിടാൻ കഴിയില്ല എന്നുള്ളത് അവരുടെ കഴിഞ്ഞ കാല ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെയുള്ള സഖാക്കള് ഈ സ്ത്രീകളെ വെച്ച്, സ്ത്രീകളെ വിലക്കെടുത്ത് കോടികൾ ചിലവഴിച്ചിട്ടാണ് ഉമ്മൻചാണ്ടിയെ എറിഞ്ഞു വീഴ്ത്തിയത് എന്നുള്ളതും നമ്മുടെ മുന്നിൽ ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നു. അങ്ങനെ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന പരാതിയുടെ പറയുന്ന കാര്യങ്ങളും ഇതും തമ്മിൽ വലിയ ബന്ധമുണ്ട് എന്നുള്ളതാണ്. എന്താണ് ആ ബന്ധം എന്ന് ചോദിച്ചാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. പരാതിയിൽ പറയുന്നത് ഹോട്ടൽ മുറിയെടുത്തത് യുവതിയാണ്, ഹോട്ടലിലേക്ക് പോയത് യുവതിയാണ്, അവിടെ വെച്ചാണ് പീഡനം നടന്നത്, അവിടെ വെച്ച് 3 മണിക്കൂറോളം നീണ്ട പീഡനം നടന്നു, മുഖത്ത് തുപ്പി, മുഖത്തടിച്ചു, ക്രൂരമായി മർദ്ദിച്ചു, പീഡിപ്പിച്ചു. ഇതാണ് പരാതിയിൽ പറയുന്നത്. പക്ഷേ അത് ആദ്യത്തെ കൂടിക്കാഴ്ചയാണെന്നും പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തത്, ആദ്യത്തെ കൂടിക്കാഴ്ച ഇത്രമാത്രം വേസ്റ്റ് ആയിരുന്നുവെങ്കിൽ, ഇത്രമാത്രം വേദനിപ്പിക്കുന്നതായിരുന്നുവെങ്കിൽ, പെയിൻഫുൾ ആയിരുന്നുവെങ്കിൽ പിന്നെ എന്തിന് രാഹുൽ മാങ്കൂട്ടത്തിന് ഷഡ്ഡി വാങ്ങിക്കൊടുക്കാനും, എന്തിന് രാഹുൽ മാങ്കൂട്ടത്തിന് ചെരുപ്പ് വാങ്ങിക്കൊടുക്കുവാനും, എന്തിന് 2 BHK വീട് പോരെ, ഫ്ലാറ്റ് പോരെ എന്നുള്ള ചർച്ചകളിലേക്കും ഈ യുവതി കടന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ ഷഡ്ഡി വാങ്ങിക്കൊടുത്തതും ചെരുപ്പ് വാങ്ങിക്കൊടുത്തതും ഒന്നും ഒരു മഹാപാതകമായിട്ടല്ല കാണുന്നത്. പക്ഷേ അത് വാങ്ങിക്കൊടുക്കുമ്പോൾ യുവതിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് അതിയായ സ്നേഹമായിരുന്നു. ഈ കൊടുത്തതൊക്കെ സമ്മാനങ്ങളായിരുന്നു. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ, അതല്ലെങ്കിൽ കൊടുത്തതിനേക്കാൾ കൂടുതൽ ഇങ്ങോട്ട് കിട്ടിയപ്പോൾ, ഫ്ലാറ്റ് വാങ്ങാൻ 1,16,00,000 അങ്ങനെ എന്തോ ഒരു എമൗണ്ടാണ് പറഞ്ഞു കേൾക്കുന്നത്. അത് എത്രയാണെങ്കിലും ചെരുപ്പ് വാങ്ങാനും ഷഡ്ഡിക്കും 10,000 രൂപയാണ് ചെലവഴിച്ചത്. അങ്ങനെ ചെലവഴിച്ചതൊക്കെ കൂടി ഒരു 2 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ഏറെ യുവതിക്ക് കിട്ടിയപ്പോഴാണ് പരാതിയുമായിട്ട് രംഗത്തെത്തിയത് എന്നുള്ളതാണ്. 2 കോടി ചെലവഴിച്ചു, പരാതി പറയാൻ കിട്ടിയത് 10 കോടി. ആ 10 കോടി കൊടുത്തു വിട്ടത് P. സരീനോ അതോ AKG സെന്ററിൽ നിന്നുള്ള മറ്റുള്ള ആളുകളോ? ആരാണ് അറിയേണ്ടത്? ഇപ്പോൾ 10 കോടി ജയരാജൻ സരിതക്ക് നൽകിയത്, ആ ജയരാജൻ 10 കോടി നൽകിയപ്പോൾ 10 കോടി ജയരാജൻ പോക്കറ്റിൽ നിന്നെടുത്തല്ല കൊടുത്തത്, അത് AKG സെന്ററിൽ നിന്നുള്ള പണമായിരുന്നു. പക്ഷെ കൊടുത്തു വിട്ടപ്പോൾ ഹാൻഡ് ഓവർ ചെയ്ത വ്യക്തി EP ജയരാജനാണ്.
അതുപോലെ നമുക്കറിയേണ്ടത് ഈ 2 കോടി ചെലവഴിച്ച 2 കോടിക്ക് പകരം 10 കോടി, ആ 10 കോടി ഹാൻഡ് ഓവർ ചെയ്ത വ്യക്തി ആരാണ്? പി സരീനാണോ, അതോ പി ശശിയാണോ, നികേഷ് കുമാറാണോ, ആരാണ്? ഇനി 10 കൊടുത്തത്, അതല്ല 9 ഇനി അല്ല 10 കൂടുതൽ 12 കോടി കൊടുത്തിട്ടുണ്ടോ? എത്രയാണ് കൊടുത്തത്? എത്ര കൊടുത്താണ് ഈ പരാതിക്കാരെ വിലക്ക് വാങ്ങുന്നത് എന്നുള്ളത് കൂടി അറിയാനുള്ള ഒരു താല്പര്യമുണ്ട്. അപ്പോൾ അന്ന് പി ജയരാജൻ, പി ജയരാജനാണ് അന്ന് കൊടുത്തു വിട്ടതെങ്കിൽ ഇന്ന് കൊടുത്തു വിട്ടത് ആരാണ് ഇന്ന് കോടികൾ കൊടുത്തു വിട്ടത്? ആരാണ് ഇത്തരത്തിൽ സ്ത്രീകളെ വിലക്ക് വാങ്ങി സ്ത്രീ സംരക്ഷകരായി ഞങ്ങൾ ഹോൾസെയിൽ ഡീലറാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ അവകാശവാദവുമായി ഇറങ്ങി നടക്കുന്ന ആളുകൾ ആരാണ്? അറിയേണ്ടതുണ്ട്. ഇതിൽ പണം കൊടുത്തു സ്ത്രീകളെ വാങ്ങി അവരുടെ ഈ ഓട്ടക്കഥകൾ, അതില്ലാതെ സഖാക്കൾക്ക് മുന്നോട്ട് പോവാൻ കഴിയില്ല. കാരണം ഇതിപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, മറിച്ച് ഇതൊരു കൂട്ടിക്കൊടുപ്പ് പ്രസ്ഥാനമാണ്. ഒരു കൂട്ടിക്കൊടുപ്പ് സംഘമായി സഖാക്കൾ അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം.